അതെ, എൻ്റെ ഫ്രണ്ടിന് അടുത്ത ദിവസം നോമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ അധിക റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്ത ഈസി ആയിട്ടുള്ള ഒരു ഡയറ്റ് പറഞ്ഞു തരുമോ? പിന്നെന്താ, ഞാൻ ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് ചാർട്ട് പറഞ്ഞുതരാം. ഇപ്പം ഏകദേശം ഒരു വൈകുന്നേരം ആ ഒരു ടൈമിലല്ലേ, ഒരു 6 മണി അല്ലെങ്കിൽ 7 മണിക്കാണ് പൊതുവെ നോമ്പ് തുറക്കുക. നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഡ്രൈഡ് ആയിട്ടുള്ള ഡേറ്റ്സ് അതൊരു 2 എണ്ണം കഴിക്കുക. കാരണം മറ്റേ ഡേറ്റ്സിൽ നല്ല ഷുഗറാണ്. അപ്പോൾ അത്ര നേരം ഫാസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ അത്രയും ഷുഗർ കഴിച്ചാൽ ഷുഗർ സ്പൈക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കാരയ്ക്ക് 2 എണ്ണം കഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 ഗ്ലാസ് വെള്ളം. അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ നോർമൽ വാട്ടർ. ഇപ്പോൾ നാരങ്ങ വെള്ളം ആണെങ്കിൽ ഇച്ചിരി പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ഹണി ഒരു ഇച്ചിരി അല്പം നമുക്ക് ചേർത്തുക. അങ്ങനെ 2 ഗ്ലാസ് വെള്ളവും 2 കാരക്കയും കുടിച്ച് നോമ്പ് തുറക്കുക. അപ്പോൾ അതിനുശേഷം നീ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള ഒരേ തരം ഫ്രൂട്ട്സ് അല്ല, അതിലും ഒരേ തരം ഫ്രൂട്ട്സ് കഴിച്ചാൽ ഷുഗർ സ്പൈക്ക് വരും. അപ്പോൾ നമ്മൾ മിക്സ്ഡ് ആയിട്ട്, അതായത് ആപ്പിള്, പേരയ്ക്ക, പപ്പായ എന്തൊക്കെയാണോ നിങ്ങളുടെ വീട്ടിലുണ്ടാവുക അതെല്ലാം മിക്സ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട്, ജ്യൂസ് കുടിക്കരുത്, നമുക്ക് ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് ഫൈബർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിക്സ്ഡ് ഒരു ഫ്രൂട്ട് സാലഡ് പോലെ ആക്കിയിട്ട് കഴിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 8:30ക്കുള്ളിൽ കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ എന്താണോ നിങ്ങൾ ഉണ്ടാക്കുന്ന വീട്ടിൽ, പൊതുവെ ചിലപ്പോൾ പത്തിരിയൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ ഒരു 3-4 പത്തിരിയും അതിൻ്റെ കൂടെ ഒന്നില്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ മീൻ അല്ലെങ്കിൽ മീറ്റ് എന്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ വറുത്ത് പൊരിച്ചുള്ളത് കഴിക്കണ്ട, അത് കറി വെച്ചിട്ടോ ഗ്രില്ല് ചെയ്തിട്ടോ ഒക്കെ കഴിക്കുക. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഒരു വെജിറ്റബിൾസ് കൂടെ എന്തായാലും കഴിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു 8:30ക്കുള്ളിൽ അത് അവസാനിപ്പിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ചിലവർക്ക് ഇച്ചിരി വിശപ്പുള്ള കൂട്ടത്തിലാണ് എങ്കിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ്, അതായത് ഇപ്പോൾ 10:30ക്ക് കിടക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 10 മണി അല്ലെങ്കിൽ 9:30 കഴിഞ്ഞ ആ ഒരു ടൈമിൽ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ സാലഡ്, ഫ്രൂട്ട്സ് വേണ്ട, അതിൽ നമുക്ക് ഇച്ചിരി ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ സാലഡോ അല്ലെങ്കിൽ മുട്ട ഇട്ടിട്ട് എഗ്ഗിൻ്റെ സാലഡോ ആക്കിയിട്ട് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കാം. അപ്പോൾ അങ്ങനെയാണ് ആ വൈകുന്നേരത്തെ ഒരു റുട്ടീൻ വേണ്ടത്. പിന്നെ നമ്മൾ രാവിലെ പുലർച്ചയ്ക്കാണല്ലോ നോമ്പ് വെക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് പൊതുവെ ഇപ്പോൾ എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് അങ്ങനെ കഴിക്കാൻ പറ്റില്ല, ചിലവരാണ് കഴിക്കുന്നത്. അപ്പം അങ്ങനെ കഴിക്കാൻ പറ്റാത്തവർക്ക് ഇല്ല, സിമ്പിളായിട്ട് എന്തെങ്കിലും ചെറിയൊരു രീതിയിൽ ലൈറ്റായിട്ട് കഴിക്കുന്നവർ ഓവർനൈറ്റ് ഈ സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയും. ഗ്ലൂട്ടൻ ഒന്നും വേണ്ട, കാരണം നമുക്ക് കുറേ അസുഖങ്ങളുള്ളവരൊക്കെ ഉണ്ട്. അപ്പം സ്റ്റീൽ കട്ട് അല്ലെങ്കിൽ റോൾഡ് ഓട്സ് വാങ്ങിയിട്ട് ഓവർനൈറ്റ് ഒരു 30 to 40 ഗ്രാം അത്ര മതി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് അതിൽ ചിയാ സീഡോ പിന്നെ നിനക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്, ഒരുപാട് മധുരം വേണ്ട, മധുരം കുറഞ്ഞിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സുകൾ ഇടുക, ചിയാ സീഡ് ഇടുക. പിന്നെ പാല് വേണ്ട, പാലിന് പകരം കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്ക് യൂസ് ചെയ്ത് നമുക്കൊരു സ്മൂത്തി ടൈപ്പിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അതല്ലാത്തവർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഹെവി ആയിട്ട് ഇച്ചിരി വേണം, ഇച്ചിരി വയസ്സായവർക്കൊക്കെ നമുക്ക് അങ്ങനെയാണല്ലോ, അപ്പോൾ അവർക്ക് നമുക്ക് മില്ലറ്റുകൾ യൂസ് ചെയ്യാം. വീണ്ടും ഈ ദോശ ഇഡ്ഡലി അരിയുടെ സാധനം വേണ്ട, ഈ റാഗി തിന്ന ചാമ എന്നൊക്കെ പറഞ്ഞ മില്ലറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. പിന്നെ അങ്ങനെയല്ല, ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രൂട്ട്സും കുറച്ച് നട്ട്സും പ്രോട്ടീനും ആയിട്ട് എടുത്താൽ മതി. പ്രോട്ടീൻ റിച്ച് കഴിക്കണം പൊതുവെ നോമ്പ് തുറക്കുമ്പോഴും നോമ്പ് വയ്ക്കുമ്പോഴും. കാരണം നമുക്ക് ഇത്രയും നേരം ഫാസ്റ്റ് ചെയ്യല്ലേ അവർ, അപ്പോൾ നമുക്ക് ഡെഫിഷ്യൻസീസ് വരും, ഭയങ്കര ടയേർഡാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ പ്രോട്ടീൻ റിച്ച് ആയിട്ട് അവർ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ നോമ്പുകാലം കഴിയുമ്പം എല്ലാവർക്കും മലബന്ധം അല്ലെങ്കിൽ ഷുഗർ കൂടുന്നു, കൊളസ്ട്രോൾ കൂടുന്നു, പല ആരോഗ്യ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതിൻ്റെ റീസൺ എന്തായിരിക്കും? പൊതുവെ നമ്മൾ നോമ്പ് തുറക്കുമ്പോഴും വെക്കുമ്പോഴൊക്കെ ചോറ് കഴിക്കും അല്ലെങ്കിൽ പത്തിരി കഴിക്കും, അതിൻ്റെ കൂടെ വറുത്തതും പൊരിച്ചതും ചിക്കനും എല്ലാം ബീഫും എല്ലാ കാര്യങ്ങളും കഴിക്കും. പക്ഷെ അവർ വെജിറ്റബിൾസ് കഴിക്കില്ല. കാരണം ഈ നമ്മുടെ ഇറച്ചി മീനിലൊക്കെ പ്രോട്ടീനാണ്, അതിൽ ഫൈബർ ഇല്ല, അതേ നാരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ കൂടുതലായിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. നമ്മൾ എത്രയാണോ നോൺ വെജ് എടുക്കുക, 1 ബൗൾ എടുക്കുകയാണെങ്കിൽ അത്രയും തന്നെ 1 ബൗൾ വെജിറ്റബിൾസ് മസ്റ്റായിട്ട് ആഡ് ചെയ്യണം. ഫാസ്റ്റിങ്ങിൽ അവർക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. സോ നമ്മൾ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ, അതായത് ഒരു 10 മണിക്കുള്ളിൽ തന്നെ പറ്റുന്ന അത്രയും വെള്ളം ആ സമയത്തെങ്കിലും കുടിക്കാനായിട്ട് പറയണം. കാരണം ഹൈഡ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പൊതുവെ പണ്ടത്തെ കാലത്ത് നമുക്കിങ്ങനെ ഒരു ഷുഗർ സ്പൈക്കോ അല്ലെങ്കിൽ ഇപ്പോൾ നോമ്പ് കഴിഞ്ഞ ഷുഗർ കൂടി കൊളസ്ട്രോൾ കൂടി എന്ന് കൊണ്ട് വരാറില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലുള്ള ഇപ്പം എല്ലാം നോമ്പ് തുറക്കുന്നതിന് ഭയങ്കര വലിയൊരു ആഘോഷമായിട്ട് ഫുള്ള് വറുത്തതും പൊരിച്ചതും ബേക്കറി സാധനങ്ങളും അങ്ങനെ ഫ്രൈഡ് സാധനങ്ങളൊക്കെ അല്ല അവർ കഴിക്കുന്നത്. അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ ഷുഗർ കൂടുന്നു, അല്ലെങ്കിൽ കൊളസ്ട്രോൾ എണ്ണയിൽ വറുക്കുന്നതും പൊരിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോൾ കൂടുന്നു. പിന്നെ എക്സസൈസുകളില്ല പൊതുവെ. അപ്പോൾ ശരിക്കും നമുക്ക് ഈ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള ടൈം ഒരു 10-15 മിനിറ്റൊക്കെ ഒരു ജസ്റ്റ് ഒരു വാക്കൊക്കെ ചെയ്യാൻ പറ്റിയാൽ അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. നോമ്പ് എടുക്കുന്നതിൽ പലവർക്കും തൈറോയ്ഡ് ഉണ്ടാവാം, ഷുഗർ ഉണ്ടാവാം, സ്കിൻ ഡിസീസ് ഉണ്ടാവാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പൊതുവെ നമുക്ക് ഈ ഗ്ലൂട്ടൻ, അതായത് ഈ ഗോതമ്പ്, അതായത് ആട്ട, മൈദ, റവ അങ്ങനെയുള്ള കാര്യങ്ങളും ഈ പാലിൻ്റെ സാധനങ്ങൾ, അത് നമ്മുടെ ചായ, കാപ്പി, ഐസ്ക്രീം, മിൽക്ക് ഷേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റിയാൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. എന്നിട്ട്
നന്നായിട്ട് പച്ചക്കറികൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുക, പ്ലസ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് എടുക്കുക. അപ്പോൾ അവർ ഇപ്പോൾ ഫാസ്റ്റിങ്ങിൽ വളരെ എനർജറ്റിക് കൂടെ ആയിരിക്കും. എന്തായാലും ഞാൻ ഈ ഇൻഫർമേഷൻ എൻ്റെ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യാം.